ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ റിയൽമിയുടെ 14 പ്രോ പ്ലസിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ 8000 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി, അല്ലാതെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ പറ്റിയുള്ള ഒപ്പീനിയൻ എന്തായാലും കമൻറ്റ് ചെയ്യുക. എന്തൊക്കെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ അത് മാറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പം റിയൽമി 14 പ്രോ 2 വേരിയൻ്റായിട്ട് വരുന്നുണ്ട്. ഒന്ന് ബേസ് മോഡൽ 8GB 128GB, അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 24,999 ആണ്. ഹയർ വേരിയൻ്റ് എന്ന് പറയുന്നത് 8GB 256GB, ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 26,999 ആണ് വരുന്നത്. ബട്ട് ബാങ്ക് ഓഫറൊക്കെ വരുന്നുണ്ട്. ബാങ്ക് ഓഫർ പ്രൈസ് ആണെങ്കിൽ ബേസ് മോഡൽ വന്നിട്ട് 23,000-ഉം ഹയർ വേരിയൻ്റ് വന്നിട്ട് 25,000-നും കിട്ടുന്നുണ്ട്. എന്നാലും ബേസിക്കലി പറയുകയാണെങ്കിൽ പ്രൈസ് പോയിൻറ്റ് 25,000 ആണ്. ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് ഇതിൻ്റെ ഡിസൈൻ പറയുകയാണെങ്കിൽ 14 പ്രോ പ്ലസ് പോലുള്ള ആ ഒരു ആക്ച്വൽ ഡിസൈൻ തന്നെയാണ് ഇതിനും വരുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നും കൊടുത്തിട്ടില്ല. 3 കളേഴ്സിൽ ഈ ഫോൺ വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് പേൾ വൈറ്റ്, പിന്നെ ഒരു ജയ്പൂർ പിങ്ക് വരുന്നുണ്ട്, പിന്നെ ഒരു ഗ്രേ കളർ കൂടെ വരുന്നുണ്ട്. സോ 3 കളേഴ്സ് വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാം നൈസായിട്ടുള്ള കളേഴ്സ് തന്നെയാണ്. IP69 IP റേറ്റിംഗ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 179 ഗ്രാം വെയ്റ്റും 7.5 mm തിക്നെസ്സും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള, എന്നാൽ കാണാനൊക്കെ അത്യാവശ്യം നല്ല നൈസ് ലുക്കിംഗ് ആയിട്ടുള്ള മോഡലാണ്. വലിയ കുഴപ്പമൊന്നും ഡിസൈനെ പറ്റി അല്ലെങ്കിൽ പറയാനില്ല. പിന്നീട് ഈ ഒരു ഫോണിൻ്റെ ബാക്കിലും 14 പ്രോ പ്ലസ് പോലെ തന്നെ കളറൊക്കെ തന്നെ ചേഞ്ച് ആകുമ്പോൾ ഓരോ ടെമ്പറേച്ചറൊക്കെ മാറുന്ന സമയത്ത് ചേഞ്ച് ആവുന്ന ബാക്ക് പാനൽ തന്നെയാണ് ഇതിനും കൊടുത്തിട്ടുള്ളത്. ഗൊറില്ല ഗ്ലാസ് 7 ആയിട്ട് പ്രൊട്ടക്ഷൻ ബാക്ക് പാനലൊക്കെ തന്നെ വരുന്നുണ്ട്. സോ ഡിസൈനും ബിൽഡ് ക്വാളിറ്റി ഒക്കെ തന്നെ കൊള്ളാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബിൽഡും ഡിസൈനൊക്കെ തന്നെയാണ് വരുന്നത്. ഡിസൈൻ നമ്മൾ പണ്ടത്തെ പോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ക്യാമറയുടെ ആ ഒരു അലൈൻമെൻറ്റിന് മാത്രം ഒരു വ്യത്യാസം എന്നേ ഉള്ളൂ. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇപ്രാവശ്യം എന്ന് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റിയാണ് 6.77 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് 3D കർവ്ഡ് അമോലെഡ് 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. 4500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ തന്നെ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. 3D കർവ്ഡ് ആണ്, മറ്റേതുപോലെ മൈക്രോ കോഡ് കർവ്ഡ് അല്ല. നമ്മുടെ പഴയ കർവ്ഡ് ഡിസ്പ്ലേ ഇല്ല, ആ ഒരു സെറ്റപ്പ് തന്നെയാണ്. ഗൊറില്ല ഗ്ലാസ് 7 ആയിട്ട് പ്രൊട്ടക്ഷനൊക്കെ തന്നെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ വൈസും 25,000 രൂപ എന്ന പ്രൈസ് പോയിന്റ് വെച്ച് പറയുകയാണെങ്കിൽ ഫുൾ HD മാത്രമേ വരുന്നുള്ളൂ. 1.5K റെസൊല്യൂഷൻ ഒന്നും വരുന്നില്ല. അപ്പം ഡിസ്പ്ലേ വൈസ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല ഡിസ്പ്ലേ ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ഈ റേഞ്ചിൽ ബാക്കിയുള്ള ചില ഫോൺസിലൊക്കെ തന്നെ 1.5K റെസൊല്യൂഷനൊക്കെ വരുന്നുണ്ട്. അപ്പം ബെസ്റ്റാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അത്യാവശ്യം നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് എന്തായാലും കൊടുത്തിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ ക്യാമറ ആണ്. റിയൽമി 14 പ്രോ പ്ലസ് പ്രോ സീരീസ് എന്നൊക്കെ പറയുമ്പോൾ ക്യാമറ ഓറിയൻറ്റഡ് ആയിട്ടാണ് നോർമലി വരാറ്. ബട്ട് ദിസ് ഫോൺ ഞാൻ പറയാം, പ്രൈമറി ക്യാമറ 15 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. അതും IMX882 എന്ന സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡറി ക്യാമറ വന്നിട്ട് നമ്മൾ എന്താ എക്സ്പെക്റ്റ് ചെയ്യുക, ഒരു അൾട്രാ വൈഡൊക്കെ എക്സ്പെക്റ്റ് ചെയ്യും. ബട്ട് ഈ ഒരു ഫോണിൽ 2 MB മാക്രോ ക്യാമറയാണ് സെക്കൻഡറി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. തേർഡ് ക്യാമറ വരുന്നില്ല, 2 ക്യാമറ മാത്രമേ വരുന്നുള്ളൂ. 25,000 രൂപയുടെ ഫോണിൽ സിംഗിൾ ക്യാമറ ഒരു 8 MB അൾട്രാ വൈഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല. ഈ 2 MB മാക്രോ ശരിക്കും പറഞ്ഞാൽ ഒരു സിംഗിൾ ക്യാമറ സെറ്റപ്പ് മാത്രമേ വരുന്നുള്ളൂ. വലിയ ക്യാമറ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു അൾട്രാ വൈഡെങ്കിലും കൊടുക്കാനുള്ള ഇവിടെ 10,000 രൂപയുടെ ഫോണടക്കം അൾട്രാ വൈഡൊക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിൽ 25,000 രൂപയുടെ ഫോണിൽ അൾട്രാ വൈഡ് പോലും ഇല്ല എന്നൊക്കെ പറയുന്നത്. സെൽഫി ക്യാമറ വന്നിട്ട് 16 MB സെൽഫി ക്യാമറയാണ്. ഫ്രണ്ടിലും റിയറിലും ഫ്രണ്ട് ക്യാമറയിൽ 1080p 30 FPS ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. റിയർ ക്യാമറയിൽ 4K 30 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെൽഫി ക്യാമറയിൽ 4K ഇല്ല, അത് പോട്ട്. പക്ഷേ റിയർ ക്യാമറയുടെ അവസ്ഥ ഭയങ്കര മോശം എന്നൊക്കെ പറയുന്ന ഭയങ്കര മോശം ക്യാമറ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് ഈ ഒരു ഫോൺ വരുന്നത്. പ്രൈമറി ക്യാമറ സെൻസറൊക്കെ ഭയങ്കര വലുതായി കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ ക്യാമറ പോരാ. ക്യാമറ ഓറിയൻ്റ് ആയിട്ട് ഫോൺ ഇറക്കിയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, അല്ലാത്ത രീതിയിൽ നമ്മളിങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അല്ലാത്ത ഫോണിലടക്കം 8 MB അൾട്രാ വൈഡ് ഒട്ടുമിക്ക ഫോണിലും കൊടുക്കുന്നുണ്ട്. 25,000 രൂപയുടെ ഫോണിലൊരു കുറച്ചും കൂടി ഒരു സംഭവം വേണ്ട. എന്നാലും പ്രൈമറി ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ അത്യാവശ്യം നല്ലതാണ്. എന്നാലും ഒരു സെക്കൻഡറി ക്യാമറ നല്ലത് കൊടുത്തുകൂടെ അല്ലേ? ഇത് എന്നാൽ പിന്നെ പറഞ്ഞ കാര്യമില്ല, ഇറങ്ങിപ്പോയില്ലേ ഫോൺ. പിന്നീട് ഇതിൻ്റെ പെർഫോമൻസ് ആണ്. കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 7+ Gen 3 എന്ന ചിപ്സെറ്റ് വരുന്നുണ്ട്. ആൻഡ് സ്കോറൊക്കെ ആണെങ്കിൽ ഒരു 8,20,000 6 തന്നെ കിട്ടുന്നുണ്ട്. LPDDR4X RAM ആണ് കൊടുത്തുള്ളത്. USF 3.1 സ്റ്റോറേജും വരുന്നുണ്ട്. റിയൽമി UI 6.0 ആയിട്ടാണ് UI ആയിട്ട് വരുന്നത്. ബേസ്ഡ് ഓൺ Android 15 ആണ്.
2 വർഷത്തേക്ക് എന്നോട് അപ്ഡേറ്റും 4 വർഷത്തേക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റും ഇവിടെ റിയൽമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാലും ക്യാമറയുടെ ഭാഗം ഭയങ്കര മോശം കേട്ടോ. പെർഫോമൻസ് ഒക്കെ ഓക്കെയാണ്, പെർഫോമൻസ് അങ്ങനെ വരാറുള്ളൂ. കാരണം കഴിഞ്ഞ പ്രീവിയസ് ജനറേഷൻ ഫോണൊക്കെ നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ബട്ട് ക്യാമറ ഇമ്പ്രൂവ് ചെയ്യായിരുന്നു ഭയങ്കരമായിട്ട്. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഈ ഒരു ഫോൺ ക്യാമറയുടെ കാര്യത്തിലും. പിന്നെ ബാറ്ററി 6000 mAh വരുന്നുണ്ട്, 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. ഓവറോൾ ഈ ഒരു ഫോൺ എങ്ങനെയുണ്ട്? ഒന്നുമില്ല. അതാ ബേസിക്കലി പറഞ്ഞത്. കാരണം ക്യാമറ ഓറിയൻ്റായിട്ട് എടുത്തു പറയുന്നതുകൊണ്ടാണ് ഈ ഒരു ഫോൺ നമുക്ക് ഒട്ടും എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ തരാത്തത്. കാരണം ഇതിൻ്റെ ഡിസൈനും ബിൽഡ് ഓക്കെ, നല്ല ഡിസൈനും ബിൽഡും കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ ഓക്കെ ആണെന്ന് പറയാം, ബെസ്റ്റ് ഡിസ്പ്ലേ സെറ്റപ്പ് ആണെന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നീട് ക്യാമറ ബെസ്റ്റ് പോയിട്ട് ആവറേജ് പറയണോ എന്നുള്ളൊരവസ്ഥയാണ്. ഒരു 25,000 രൂപയുടെ ഫോൺ അതിൻ്റേതായിട്ടുള്ളൊരു വിലക്കൊരു നല്ല ക്യാമറ എങ്കിലും കൊടുത്തൂടെ? സെക്കൻഡറി ക്യാമറയൊക്കെ ആയിട്ട് ഇവിടെ ഇല്ല, ക്യാമറ ഇല്ല. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നീട് ബാറ്ററി ഫാസ്റ്റ് ചാർജർ ഓക്കെ, പെർഫോമൻസ് ഓക്കെ എന്നല്ലാതെ ഈ ഒരു ഫോൺ ഒരു വേർത്ത് ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഒരിക്കലും. ഇതൊരു നോർമൽ ഒരു എന്താ പറയുക 13 Pro Plus പിന്നെയും നല്ലതായിരുന്നു. 13 Pro. ഇപ്പോഴത്തെ 14 Pro Plus നല്ലതാണ്. 14 Proയുടെ ഒരവസ്ഥ ഇവർ ഈ ലോഞ്ച് ഇവൻറ്റിൽ ഈ ഫോണിനെ കുറിച്ച് പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കാര്യമായിട്ട് പറയാമല്ല, ലാസ്റ്റ് പ്രൈസിങ് പറയുന്നല്ലാതെ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയില്ല. അപ്പം ഇതാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള മോഡലായിട്ടാണ് തോന്നിയത്. കാരണം ക്യാമറ ഓറിയൻ്റായിട്ട് എടുത്ത് പറയുന്നതുകൊണ്ടാണ് ക്യാമറ മോശം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഓക്കെ, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, പെർഫോമൻസ് ഒക്കെ അധികം ഉണ്ടെങ്കിൽ നമുക്ക് ക്യാമറ അത്ര വിഷയമാക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇതിൽ എന്താ ഉള്ളത്? ഇതിലൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.